അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ ഫ്രഞ്ച് റെവല്യൂഷൻ ഇൻ ദ 18th സെഞ്ച്വറി. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 1 കണ്ടിട്ടുള്ള ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ട് ഇത് കാണണം. ബിക്കോസ് അതിൻ്റെ ഒരു മെയിൻ ഒരു കാര്യം ബാസ്റ്റൈൽ പ്രസിൻ്റെ ഒരു സ്റ്റോമിങ്ങിനെ പറ്റി അതിനകത്താണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് വേണം ഇത് കാണാൻ. അപ്പോൾ ആ ഒരു പാർട്ട് 1 ഞാൻ പറഞ്ഞിരുന്നു, ഫ്രഞ്ച് റെവല്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ് ട്രാൻസ്ഫോം ദ മോഡേൺ വേൾഡ്. ഒരു ഐഡിയാസ് ഓഫ് ലിബർട്ടി അല്ലെങ്കിൽ ഈക്വാലിറ്റി അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് റൈറ്റ് എന്നൊക്കെ പറഞ്ഞ കുറേ പ്രിൻസിപ്പിൾസ് ഓഫ് ഐഡിയാസ് ഉണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ ലോകത്തിന് അല്ലെങ്കിൽ വേൾഡിന് കാട്ടിക്കൊടുത്ത ഒരു തരം ഒരു റെവല്യൂഷൻ തന്നെയായിരുന്നു എന്ത് ഫ്രഞ്ച് റെവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആൾക്കാർ ഹിസ്റ്റോറിയൻസൊക്കെ ഈ ഒരു ഫ്രഞ്ച് റെവല്യൂഷനെ സ്റ്റഡി ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ബാസ്റ്റൈൽ എന്ന് പറയുന്ന പ്രിസണിനെ തകർത്തത് ഒരു മെയിൻ ഇവൻ്റ് ആയിരുന്നു. അതിനകത്ത് അതായത് ഈ ഒരു പിന്നെ കണ്ടിരുന്ന എന്തൊക്കെ സംഭവങ്ങൾ നടന്നാലും ആ സംഭവങ്ങളുടെ ഒക്കെ ഒരു മെയിനിൽ ഒരു പുറകിൽ പ്രവർത്തിച്ച ഒരു ആളെന്ന് പറയുന്നത് എന്തായിരുന്നു, ബാസ്റ്റൈൽ പ്രസിൻ്റെ ഒരു സ്റ്റോമിങ് തന്നെയായിരുന്നു എന്ത് ഒരു ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം വിച്ച് ലേറ്റർ ലെഡ് ടു ബാക്കിയുള്ള ഇവൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഫർദർ ഇൻ ഡീറ്റെയിൽ ഫ്രഞ്ച് റെവല്യൂഷൻ്റെ മീൻസ് എത്ര എസ്റ്റേറ്റുകളെ പറ്റിയും അവിടുത്തെ രാജാവിനെ പറ്റിയും ഒക്കെയാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്കപ്പോൾ അതിലേക്ക് പോവാം. അപ്പോൾ ഇനിയും എങ്ങനെയാണ് ആ ഡിവിഷൻ എങ്ങനെയാണത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു 90% ഓഫ് ദ ആ ഒരു ഫ്രഞ്ച് സൊസൈറ്റിയുടെ പോപ്പുലേഷനും പെസൻസ് ആയിരുന്നു. പക്ഷേ അവരിൽ വളരെ ചുരുക്കം പേർക്ക് മാത്രമാണ് സ്വന്തമായിട്ട് ലാൻഡ് ഉണ്ടായിരുന്നത്. ബാക്കി ഒരു 60% ലാൻഡൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? നോബിൾസും ചേർച്ചും അല്ലെങ്കിൽ വെൽത്തി പീപ്പിൾ ഇൻ ദ തേർഡ് എസ്റ്റേറ്റ് ആയിരുന്നു. ഓൾ റൈറ്റ്, അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിക്കുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ ടാക്സിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു, ടാക്സ് ആൾക്കാരിൽ പേ ചെയ്യണമെന്ന്. പക്ഷേ ഈ ഒരു ടാക്സ് പേ ചെയ്യുന്നത് തേർഡ് എസ്റ്റേറ്റിലെ ആൾക്കാർ മാത്രമായിരുന്നു. അപ്പോൾ ഞാനിത് പറയുമ്പോൾ ആ ഒരു ടാബ്ലേറ്റഡ് കോളം കൂടെ നോക്കിക്കോ. തേർഡ് എസ്റ്റേറ്റിൽ ആരൊക്കെയുണ്ട്? ബിഗ് ബിസിനസ്മാൻസ് ഉണ്ട്, മെർച്ചൻസ് ഉണ്ട്, കോർട്സ് ഉണ്ട്, ഒഫീഷ്യൽസ് ഉണ്ട്, ലോയേഴ്സ് ഉണ്ട്, അങ്ങനെ കുറച്ച് പേരുണ്ട് അല്ലേ. അപ്പം ഈ പെസൻസ് ഉണ്ട്, ആർട്ടിസൻസ് ഉണ്ട്, അങ്ങനെ കുറച്ച് പേരുണ്ട്. അപ്പം ഇവർ മാത്രമായിരുന്നു എന്ത് അടയ്ക്കുന്നത്? ടാക്സ് അടയ്ക്കുന്നത്. അപ്പോൾ ബാക്കി രണ്ടാൾക്കാർ ഈ ചേർച്ചും അല്ലെങ്കിൽ നോബിൾസും ഒക്കെ അവർക്ക് എന്തുകൊണ്ട് അടയ്ക്കാൻ പറ്റിയില്ല? അവരെന്ന് പറയുന്നത് ഹൈ ക്ലാസ് പീപ്പിളായിട്ടായിരുന്നു അവരെ കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഒരുപാട് പ്രിവിലേജസ് ഉണ്ടായിരുന്നു, ബൈ ബർത്ത് പ്രിവിലേജസ് ഉണ്ടായിരുന്നു അവർക്ക്. സോ അവരെ സംബന്ധിച്ചോളം അവർക്ക് ടാക്സ് അടയ്ക്കേണ്ട, അവർക്ക് ഈ പെസൻസിനെ കൊണ്ട് ഇപ്പം അവർ പറയുക റോഡിൻ്റെ പണി ചെയ്യ് അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ വന്ന് പണി ചെയ്യ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പെസൻസിന് ചെയ്തേ പറ്റുള്ളായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറേ എന്താ പറയുക ടാക്സസ് ഇവർ പെസൻസിൻ്റെ മണ്ടയ്ക്ക് ഇടുമായിരുന്നു. അതുപോലെ തന്നെ ഒരു അടിമത്വം എന്നൊക്കെ നമ്മൾ ഈ സിനിമകളിലൊക്കെ കാണത്തില്ലേ, വീട്ടിൽ ഓരോരുത്തർ വന്ന് പണി ചെയ്യുന്നതൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ഒരു പ്രിവിലേജസ് ഒരു വേർതിരിവൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ടേമായിട്ട് നിങ്ങൾക്ക് ആ ഒരു കോളത്തിൽ സൈഡിൽ തന്നിട്ടുണ്ട് തിറ്റ്സ് ആൻഡ് ടെയിലിനെ പറ്റി. അപ്പോൾ ഇതെന്ന് പറയുന്നത് തിറ്റ്സ് എന്ന് പറയുന്നത് ചേർച്ച് ആൾക്കാർ ഈ ഒരു പെസൻസിൻ്റെ മണ്ടയ്ക്ക് ഇട്ട ഒരു തരം ഒരു ടാക്സ് മാതിരി ഒരു സാധനമാണ്. ഓക്കെ, ടാക്സ് ആണ്. ഓക്കെ, ഒരു സോർട്ട് ഓഫ് ടാക്സ് ആണ്. ടാക്സ് വിച്ച് ഇസ് ലെവീഡ് ബൈ ദ ചർച്ച് കംപ്രൈസിങ് 1/10 ഓഫ് ദ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ്. അപ്പം ഈ പെസൻസ് ഒക്കെ നമുക്കറിയാം ഈ ഫീൽഡ്സിലൊക്കെ വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ അങ്ങനെ പണിയെടുക്കുന്നവരാണല്ലേ. അപ്പോൾ ഇവർ പണിയെടുക്കുന്നതിൻ്റെ എത്രത്തോളം അവർക്ക് ലാഭം കിട്ടുന്നോ അല്ലെങ്കിൽ അവർക്ക് അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ് അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റിൻ്റെ ഒരു 1/10 അവർ കിട്ടുന്ന പ്രൊഡക്റ്റിൻ്റെ 10% ആർക്ക് കൊടുക്കണം? ചേർച്ച് ആൾക്കാർക്ക് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഒരു ടാക്സാണ് എന്ത്? ടിത്ത്. പിന്നെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരും, എന്താണ് ടിത്ത് അല്ലെങ്കിൽ എന്താണ് ടെയിൽ എന്നൊക്കെ ഒരു ഡിഫൈൻ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ടേമിനെ എക്സ്പ്ലെയിൻ ചെയ്യാനോ അങ്ങനെയൊക്കെ വരും. സോ അതിൻ്റെ ടേം അറിഞ്ഞിരിക്കണം. ടെയിൽ എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് ടാക്സ് ആണ്, സ്റ്റേറ്റിന് വേണ്ടിയിട്ട് പേ ചെയ്യുന്ന ഒരു ഡയറക്റ്റ് ടാക്സ് ആണ്. ഇതൊക്കെ MCQയിൽ വരാൻ പറ്റുന്ന പ്ലസ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ടാക്സ് അല്ലാതെ വളരെ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ സോൾട്ട് അല്ലെങ്കിൽ ടൊബാക്കോ അവിടെ യൂസ് ചെയ്തിരുന്ന കുറച്ച് സബ്സ്റ്റൻസ് ആണ്. അപ്പം അതിൽ വരെ ടാക്സ് ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പം ഡയറക്റ്റും ഇൻഡയറക്റ്റും എവറി ഡേ ഗുഡ്സിലും ഒക്കെ എന്താണ് ടാക്സ് ഉണ്ടായിരുന്നു. ഓൾ റൈറ്റ്, അപ്പോൾ അങ്ങനെ ഇരിക്കെയാണ് ഒരു പുതിയൊരു ക്ലാസ്, ഒരു മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ടേം ഒക്കെ വരാൻ തുടങ്ങിയത്. അത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ
ഈ ഒരു ഒരു ഇയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1715 23 മില്യൺ ആയിരുന്നു പോപ്പുലേഷൻ. ഫ്രാൻസിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 23 മില്യൺ ആയിരുന്നു എന്ന് 1715. അത് 28 മില്യണിലേക്ക് 1789 വളർന്നു. അത്ര ഒരു വേരിയേഷൻ ഉണ്ടായി. മില്യൺസ് ഓഫ് ഒരു 23 മില്യണിലേക്ക് 23 മില്യണിൽ നിന്നും 28 മില്യണിലേക്ക് എന്തായി പോപ്പുലേഷൻ ഇൻക്രീസ് ആയി. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു വീട്ടിൽ ഒരുപാട് ആൾക്കാർ, ഒരു ജോയിൻറ്റ് ഫാമിലി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അവിടെ ഒരുപാട് ഭക്ഷണം വേണം, എല്ലാവർക്കും കഴിക്കാനായിട്ടുള്ള ഭക്ഷണം വേണം അല്ലേ. അപ്പം അതുമാതിരി തന്നെ ഒരു പോപ്പുലേഷൻ കൂടിയപ്പോഴത്തേക്കിനും ആ ഒരു ഫുഡിൻ്റെ ഡിമാൻഡ് കൂടി. പക്ഷേ ഈ ഫുഡിൻ്റെ ഡിമാൻഡിനനുസരിച്ച് ഫുഡ് പ്രൊഡക്ഷൻ ഉണ്ടോ അല്ലെങ്കിൽ ഗ്രെയിൻ പ്രൊഡക്ഷൻ ഉണ്ടോ? ഇല്ല. അപ്പം അങ്ങനെ ഒരു പ്രൊഡക്ഷൻ ഇല്ലായിരുന്നപ്പോഴത്തേക്കിനും ഭക്ഷണത്തിന് വേണ്ടി, കഴിക്കുന്ന ഫുഡിന് വേണ്ടി അടിയുണ്ടാവാറായി. കോസിങ് ബ്രെഡ് പ്രൈസസ് ടു സോർ. അതായത് ഈ ബ്രെഡിൻ്റെ പ്രൈസൊക്കെ ഇല്ല അവിടുത്തെ. ഇപ്പം നമ്മൾ നാട്ടിലെന്ന് പറയുമ്പോൾ റൈസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ളതൊക്കെയാണ് മോസ്റ്റ് എല്ലാ വീട്ടിലും, മിക്ക വീട്ടുകളിലും ഒക്കെ അതൊക്കെയാണ് കഴിക്കുന്നത് അല്ലേ. പക്ഷേ അവിടുത്തെ എന്ന് പറയുമ്പോഴത്തേനും ഒരു സ്റ്റേപ്പിൾ ഡയറ്റ് അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് ഹൗസ് ഹോൾഡ്സിൽ കാണപ്പെടുന്നത് ബ്രെഡാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ബ്രെഡിൻ്റെ പ്രൈസൊക്കെ കൂടാൻ തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ വർക്കേഴ്സ് എന്തെങ്കിലും ഒരു ലേബറേഴ്സായിട്ടൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, വർക്ക് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അവർ വർക്ക് ചെയ്യുന്നതിനനുസരിച്ചുള്ള ശമ്പളമുണ്ടോ, സാലറി ഉണ്ടോ, വേജ് ഉണ്ടോ? ഇല്ല. ഓക്കെ. സോ അങ്ങനെ ഒരു സംഭവമൊക്കെ, അങ്ങനത്തെ ഉള്ള കുറച്ച് മേജർ ഇവൻറ്റ്സ് അല്ലെങ്കിൽ ക്രൈസിസ് വന്നപ്പോഴത്തേനും അത് റിച്ച് ആൻഡ് പുവർ എന്നുള്ളൊരു ഗ്യാപ്പ് അവിടെ സൃഷ്ടിച്ചു. ഞാൻ ചെറിയതല്ലെങ്കിൽ നിങ്ങൾ വലുതെന്നുള്ളൊരു ഒരു ഡിഫറൻസിയേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്തു. അതുകൂടാതെ തന്നെ കുറേയും നാച്ചുറൽ വെതർ കണ്ടീഷൻസ് ആയ ഡ്രോട്ട് അല്ലെങ്കിൽ ഹെയിൽ പോലെയുള്ള കുറേയും കാര്യങ്ങൾ ഹാർവെസ്റ്റിനെ, അതായത് ഹെയിൽ എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു റെയിൻ സോർട്ട് ഓഫ് ഒരു വെതർ കണ്ടീഷനാണ്. അങ്ങനെ ഒരു ഹെയിൽ സ്റ്റോൺസ് ഒക്കെ വീഴുമ്പോഴത്തേനും നമ്മുടെ ഹാർവെസ്റ്റ് അല്ലെങ്കിൽ ക്രോപ്പ് അല്ലെങ്കിൽ കൃഷിയൊക്കെ നശിക്കും. ഓക്കെ. ഡ്രോട്ട് എന്ന് പറയുന്നത് വരൾച്ച, അതെല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പം അങ്ങനെയുള്ള കുറച്ച് സിറ്റുവേഷൻസ് വന്നു, കണ്ടീഷൻസ് വന്നു. അപ്പം അങ്ങനെ കണ്ടീഷൻസ് വന്നപ്പോഴത്തേക്കിനും ഇറ്റ് ലെഡ് ടു എ സിറ്റുവേഷൻ നോൺ ആസ് സബ്സിസ്റ്റൻസ് ക്രൈസിസ്. അതിൻ്റെ ഡെഫിനിഷൻ ചോദിക്കും. ഇറ്റ് ഈസ് എൻ എക്സ്ട്രീം സിറ്റുവേഷൻ വെർ ദ ബേസിക് മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് ആർ എൻഡേഞ്ചർഡ്. പേജ് നമ്പർ 5 നിങ്ങൾക്ക് ന്യൂ വേർഡ്സിൻ്റെ അവിടെ തന്നിട്ടുണ്ട്. അതെന്ന് പറയുന്നത് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യത്തിന് പോലും ബുദ്ധിമുട്ട്. ഇപ്പോൾ ഫുഡ് എന്നൊക്കെ പറയുന്നത് നമുക്ക് എന്നും ഒരു ബേസിക് നെസസിറ്റി ആണല്ലേ. അപ്പോൾ അതിന് വരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം എന്തൊക്കെയാണ് അതിൻ്റെ മെയിൻലി ഒരു പോയിൻ്റായിട്ട് വരുന്നത്? ഇപ്പോൾ 4 പോയിൻറ്റ്സ് ആയിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. ബാഡ് ഹാർവെസ്റ്റ്, ഡ്രോട്ട് അല്ലെങ്കിൽ ഹെയിൽ, പിന്നെ ഫുഡ് സ്കേഴ്സിറ്റി, തേർഡായിട്ട് പ്രൈസ്, ബ്രെഡിൻ്റെയൊക്കെ പ്രൈസ് കൂടി, ഫുഡ് റയോട്ട്സ്, കുറേയും പ്രൊട്ടസ്റ്റുകളും അല്ലെങ്കിൽ വർക്കേഴ്സൊക്കെ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് അവർക്ക് വേജുകൾ കിട്ടുന്നില്ല, അങ്ങനെയുള്ള ഗ്യാപ്പുകളൊക്കെ വന്നു. ഇതൊക്കെ വേണമെങ്കിൽ കുറച്ച് 3 അല്ലെങ്കിൽ 4 to 5 പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ആ സമയത്താണ് ഒരു പ്രോസ്പെറസ് മിഡിൽ ക്ലാസ് എമേർജ് ചെയ്തത്. മെർച്ചൻറ്റ്സ്, മാനുഫാക്ചേഴ്സ്, ലോയേഴ്സ്, ഒഫീഷ്യൽസ്, അവർ കുറച്ച് റിച്ചായ ആൾക്കാർ അല്ലെങ്കിൽ കുറച്ച് വെൽത്ത് ഗെയിൻ ചെയ്ത ആൾക്കാരാണ്. എന്തിലൂടെ, എങ്ങനെയാണ് അവർ വെൽത്തി ആയത്? അവർ ട്രേഡിലൂടെ അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷൻസിലൂടെ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഗെയിൻ ചെയ്തിട്ട് അവർ വെൽത്തി ആയവരാണ്. മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഓക്കെ. Educated and influenced by Enlightenment philosophers like Locke, Rousseau and Montesquieu. They believed social position should depend on merit, not on birth. These ideas, discussed in saloons and coffee houses, spread through books and newspapers, generating anger when Louis XVI proposed new taxes. അതായത് ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതായത് മിഡിൽ ക്ലാസ് വന്നു. മിഡിൽ ക്ലാസ് എപ്പോഴാണ് വന്നതെന്ന് വെച്ചാൽ കുറേയും ആൾക്കാർ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ബ്രെഡിൻ്റെ പ്രൈസ് കൂടുന്നു അല്ലെങ്കിൽ ടാക്സ്, ഞാൻ പറഞ്ഞു കിങ് ഇങ്ങനെ ഡിസൈഡ് ചെയ്തെന്ന് പറഞ്ഞു. അതായത് ആൾക്കാരിൽ നിന്ന് ടാക്സ് മേടിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഇതൊക്കെ തെറ്റായ കാര്യങ്ങളാണല്ലേ. അപ്പം പക്ഷേ ആൾക്കാരപ്പം ആ സമയത്തുള്ള അവിടുത്തെ സിറ്റിസൺസ് ഇതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്തിരുന്നു. അങ്ങനെ ആൾക്കാരൊന്നും ചെയ്യാതിരുന്നില്ല, ആൾക്കാർ പ്രൊട്ടസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ ആ ഒരു പ്രൊട്ടസ്റ്റിനെ അത്രയധികം ശക്തമാക്കാൻ കേപ്പബിലിറ്റിയുള്ള ഒന്നും ഇല്ലായിരുന്നു. മനസ്സിലായോ? പ്രൊട്ടസ്റ്റുകളും അല്ലെങ്കിൽ കുറേയും ഈ അനീതിക്കെതിരെ എല്ലാം ആൾക്കാർ റിവോൾട്ട്സ് ചെയ്തിരുന്നു. പക്ഷേ ദേ ലാക്ഡ് ദ മീൻസ് ഓഫ് പ്രോഗ്രാംസ് ടു ക്യാരി ഔട്ട് ദ ഫുൾ സ്കെയിൽ മെഷർ ദാറ്റ് വുഡ് ബ്രിങ് അബൌട്ട് എ ചേഞ്ച് ഇൻ ദ സൊസൈറ്റി ആൻഡ് എക്കണോമിക് ഓർഡർ. ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് അവിടെ കൊണ്ടുവരാൻ വീതം ഒന്നുമില്ലായിരുന്നു. അപ്പോഴാണ് ആര് വന്നത്? ഇങ്ങനെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രേഡ് ചെയ്ത് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ നേടി തൻ്റെ പ്രൊഫഷൻസിലൂടെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വന്നത്. അപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ കുറേയും അധികം പ്രൊഫഷൻസ് ഉണ്ടായിരുന്നു.
ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഒഫീഷ്യൽസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ലോയേഴ്സ് ഉണ്ടായിരുന്നു, മാനുഫാക്ചേഴ്സ് ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ഗ്രൂപ്പിലെ മിഡിൽ ക്ലാസ് പീപ്പിളെ എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആയിരുന്നു. അവർ ബിലീവ് ചെയ്തിരുന്നത് നോ ഗ്രൂപ്പ് ഇൻ സൊസൈറ്റി ഷുഡ് ബി പ്രിവിലേജ്ഡ് ബൈ ബർത്ത്. അതായത് ഇപ്പം ക്ലർജീസിനെ നൊബിലിറ്റീസിനെ നോക്കുകയാണെങ്കിൽ അവർക്ക് ബൈ ബർത്ത് പ്രിവിലേജസ് ആയിരുന്നു. മനസ്സിലായോ? അപ്പം ഇവർ മിഡിൽ ക്ലാസ് ബിലീവ് ചെയ്തിരുന്ന എന്താ, അങ്ങനെ ഒരിക്കലും ഒരാളുടെ ഒരു ബൈ ബർത്ത് അല്ലെങ്കിൽ ജനിക്കുമ്പോൾ ആരും ഭയങ്കര പ്രിവിലേജ് ഉള്ള ആൾക്കാരായിട്ട് ജനിക്കുന്നില്ല. ഒരാൾക്ക് റെസ്പെക്റ്റ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരാൾക്ക് പ്രിവിലേജ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രിവിലേജസ് കൊടുക്കേണ്ടത് എപ്പോഴാണ്? പേഴ്സൺസ് സോഷ്യൽ പൊസിഷൻ മസ്റ്റ് ഡിപ്പെൻഡ് ഓൺ ഹിസ് മെറിറ്റ്. അതായത് തൻ്റെ കഴിവിന് അല്ലെങ്കിൽ തൻ്റെ കുറേ ക്വാളിഫിക്കേഷൻസിനെ ബേസ്ഡ് ചെയ്ത് വേണം എന്ത് കൊടുക്കേണ്ടത്, ഒരു പേഴ്സൺസിന് ഒരാൾക്ക് പ്രിവിലേജ് കൊടുക്കേണ്ടത്. ഇപ്പം ബൈ ബർത്ത് എല്ലാവർക്കും കിട്ടിയ ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ തൻ്റെ ഒരു ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആൾക്കാർക്ക് കൊടുക്കുകയാണെങ്കിൽ അതിനൊരു വിലയുണ്ടല്ലേ. അപ്പോൾ അതുമാതിരി തന്നെ ഈ മിഡിൽ ക്ലാസ് പോലെയുള്ള ആൾക്കാർ ബിലീവ് ചെയ്തിരുന്നത് പേഴ്സൺ സോഷ്യൽ പൊസിഷൻ മസ്റ്റ് ഡിപ്പെൻഡ് ഓൺ ഹിസ് മെറിറ്റ്. ഒരാളുടെ ഒരു പൊസിഷനോ അല്ലെങ്കിൽ പ്രിവിലേജൊക്കെ ഈ ഒരു മെറിറ്റിനെ അനുസരിച്ച് വേണം ഡിപ്പെൻഡ് ചെയ്യാം. അപ്പം ഈ ഒരു ഐഡിയ അല്ലെങ്കിൽ ഈക്വൽ ലോസ് അല്ലെങ്കിൽ എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഫ്രീഡം, ഇതൊക്കെ എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി, ഇതൊക്കെയായിരുന്നു എന്ത് മിഡിൽ ക്ലാസ്സിൻ്റെ ഒരു ഐഡിയോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ റീഡറിനകത്ത് പേജ് നമ്പർ 6 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻ ഹിസ് 2 ട്രീറ്റീസ് ഓഫ് ഗവൺമെൻറ്, അതായത് ജോൺ ലോക്ക് ആൻഡ് ജീൻ ജാക്ക് റൂസോ, ഈ ജോൺ ലോക്ക് എന്ന് പറയുന്ന ആളുടെ ബുക്കാണ് 2 ട്രീറ്റീസ് ഓഫ് ഗവൺമെൻറ്. ഓക്കെ, സോ അപ്പോൾ അതിനകത്ത് ഹീസ് സ്റ്റേറ്റിംഗ് ഒരു പോയിൻ്റ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു ഐഡിയ അവിടെ പുള്ളി തരുന്നുണ്ട്. അതായത് ഒരു അൾട്ടിമേറ്റ് കിങ് എന്ന് പറയുന്നത് ഒരു അൾട്ടിമേറ്റ് പവർ ആകുന്നില്ല. എല്ലാ അധികാരവും കിങ്ങിനല്ല. മനസ്സിലായോ? ഹി സോട്ട് ടു റെഫ്യൂട്ട് ദ ഡോക്ട്രിൻ ഓഫ് ദ ഡിവൈൻ ആൻഡ് ആബ്സല്യൂട്ട് റൈറ്റ് ഓഫ് ദ മൊണാർക്ക് എന്ന് വെച്ചാൽ കിങ്ങിന് ഒരു മോസ്റ്റ് പവർഫുൾ ഒരാളെന്ന് പറയുന്നത്, ഹെഡ് എന്ന് പറയുന്നത് കിങ് അല്ല. ബിക്കോസ് ഒന്ന് ആലോചിച്ച് നോക്കി, എല്ലാ പവേഴ്സും ഒരാളുടെ കോൺസെൻട്രേറ്റഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അത് മിസ്യൂസ് ചെയ്യപ്പെടും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു കോൺസെൻട്രേഷൻ ഓഫ് പവർ ഒരാളുടെ ആവാൻ പാടില്ല എന്നാര് പറഞ്ഞു? ജോൺ ലോക്ക് പറഞ്ഞു. അതുപോലെ തന്നെ റൂസോ ക്യാരിഡ് ദ ഐഡിയ ഫോർവേഡ് ദാറ്റ് പ്രപ്പോസിങ് ഫോം ഓഫ് ഗവൺമെൻറ് ബേസ്ഡ് ഓൺ സോഷ്യൽ കോൺട്രാക്ട് ബിറ്റ്വീൻ പീപ്പിൾ ആൻഡ് ദെയർ റെപ്രസെൻറ്റേറ്റീവ്. അതായത് ഒരു സോഷ്യൽ കോൺട്രാക്റ്റ് വേണം, ആൾക്കാരും അതുപോലെ തന്നെ തന്നെ റെപ്രസെൻറ്റേറ്റീവ്സും തമ്മിൽ ഒരു സോഷ്യൽ കോൺട്രാക്റ്റ് വേണം. അങ്ങനെ ഒരു ഗവൺമെൻറ് ആയിരിക്കണം. പിന്നെ മോണ്ടസ്ക്യൂ മോണ്ടസ്ക്യൂവിൻ്റെ ബുക്ക് ഏതാണെന്നൊക്കെ MCQ ചോദിക്കും, ദ സ്പിരിറ്റ് ഓഫ് ലോ. അപ്പം മോണ്ടസ്ക്യൂ എന്താണ് സജസ്റ്റ് ചെയ്തത്, എന്താണ് പറഞ്ഞത്? ദർ ഷുഡ് ബി എ ഡിവിഷൻ ഓഫ് പവർ. ഇപ്പം നമ്മുടെ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ് എന്നൊക്കെ പറഞ്ഞൊരു ഡിവിഷൻസ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഡിവിഷൻസ് വേണം. അപ്പോൾ അങ്ങനെ ഒരു ഡിവിഷൻസ് വരുമ്പോൾ എന്താണ് അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ്? നമുക്കിപ്പം ഒരാൾക്കും ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ഒരു പവർ കിട്ടത്തില്ല. എല്ലാവർക്കും ഒരു ഡിവിഷൻ ഓഫ് പവർ ഉള്ളപ്പം ആരും അങ്ങനെ ഒരു എക്സ്ട്രീം പൊസിഷനിൽ വന്നിട്ട് ആരും പവർ മിസ്യൂസ് ചെയ്യപ്പെടത്തില്ല. അങ്ങനെയാണ് മോണ്ടസ്ക്യൂ പറഞ്ഞത്. അപ്പം ദിസ് ഗവൺമെൻറ് വാസ് പുട്ട് ഇൻ ടു ഫോഴ്സ് ഇൻ ദ USA ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു സോർട്ട് ഓഫ് ടൈപ്പ് ഓഫ് ഗവൺമെൻറ് ആയിരുന്നു. ബ്രിട്ടനിൽ നിന്ന് അവർക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയപ്പോഴത്തേനും അവരിങ്ങനെ ഒരു ഗവൺമെൻറ്റാണ് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തത്. പിന്നെ അതുപോലെ ഇങ്ങനെ കുറേ ഐഡിയ വന്നപ്പോഴത്തേനും എന്ത് ചെയ്യാൻ തുടങ്ങി? ദീസ് ഐഡിയാസ് ഡിസ്കസ്ഡ് ഇൻ സലൂൺസ് ആൻഡ് കോഫി ഹൗസസ് സ്പ്രെഡ് ത്രൂ ബുക്സ് ആൻഡ് ന്യൂസ് പേപ്പേഴ്സ് ജനറേറ്റിംഗ് ആങ്കർ വെൻ ലൂയിസ് 16 പ്രപ്പോസ് ന്യൂ ടാക്സസ്. അപ്പോൾ ഇങ്ങനെ ടാക്സസ് ഒക്കെ എന്നാൽ പിന്നെ ആൾക്കാരുടെ മണ്ടയ്ക്ക് കൊണ്ടേ ഇടാമെന്ന് ആ കിങ് തീരുമാനിച്ചപ്പോൾ ആൾക്കാർക്ക് ഇങ്ങനെ ഒരു ഐഡിയ കിട്ടി, ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ട്, അതൊക്കെ ശരിയാണല്ലോ, നമുക്കും അധികാരങ്ങളില്ലേ, നമുക്കും റൈറ്റ് ഇല്ലേ, നമ്മളെന്താണ് ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആൾക്കാർക്ക് എഡ്യൂക്കേഷൻ കിട്ടാൻ തുടങ്ങിയപ്പോൾ ആൾക്കാർ ഇതൊക്കെ കോഫി ഹൗസിലും ഈ ബാർബർ ഷോപ്സൊക്കെ ഇരുന്ന് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. ഈ കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞിരിക്കാമെന്ന് പറയത്തില്ല. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി. അപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് അതിനെപ്പറ്റി ഐഡിയ കിട്ടാൻ തുടങ്ങി, കൂടുതൽ ആൾക്കാർ എഡ്യൂക്കേറ്റഡ് ആവാൻ തുടങ്ങി. അപ്പോൾ ആൾക്കാർക്ക് തൻ്റെ റൈറ്റിനെ പറ്റി മനസ്സിലാവാൻ തുടങ്ങി. പിന്നെ അതിനനുസരിച്ച് ഇനിയും കുറച്ച് റിവോൾട്ട് വന്നിരിക്കാം. അങ്ങനെ കുറേ വാട്ട് ആൻഡ് വൈ വെൻ എന്നൊക്കെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മൈൻഡിലുണ്ടാവും. അതൊക്കെ നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ നോക്കാം. ടിൽ ദെൻ ബൈ.